നമസ്കാരം. കുട്ടികളുടെ മൊബൈൽ ഫോൺ ഉപയോഗം എങ്ങനെ നിയന്ത്രിക്കാം എന്നതുമായി ബന്ധപ്പെട്ട് ഒരൽപ്പ സമയം നമുക്ക് സംസാരിക്കാം. പഠനങ്ങൾ പറയുന്നത് 95% ആളുകൾ, അഥവാ ലോകത്ത് ഇന്ന് ജീവിച്ചിരിക്കുന്ന ആളുകളുടെ 95% ആളുകളും മൊബൈൽ ഉപയോഗിക്കുന്നു, സോഷ്യൽ മീഡിയയിൽ സജീവമാണ് എന്നാണ് കാണിക്കുന്നത്. ഒരു ഉദാഹരണം പറയാം. രണ്ടാളുകള് ഒരു യാത്ര പോവുകയാണ്. രണ്ടുപേരും ഒരേ സ്റ്റോപ്പിൽ നിന്ന് ഒരു ബസ്സിൽ കയറി ഒരു ദീർഘദൂര യാത്ര പോവുകയാണ്. ഒരേ സ്ഥലത്താണ് അവർ ഇറങ്ങേണ്ടത്. അവരിയ്ക്കുന്നത് ഒരേ സീറ്റിലാണ്. അങ്ങനെ അവരിങ്ങനെ യാത്ര പോകുമ്പോൾ രണ്ടുപേരും പുറത്തേക്ക് നോക്കുന്നുണ്ട്. രണ്ടുപേരും പല പല കാഴ്ചകളും കാണുന്നുണ്ട്. അതിലൊരാൾ കാണുന്നത് മനോഹരമായ പൂക്കള്, ആകാശം, നീലാകാശം, അതുപോലെ വളരെ നല്ല നല്ല കാഴ്ചകളാണ് അദ്ദേഹത്തിന് കാണാൻ കഴിയുന്നത്. അദ്ദേഹം അത് എൻജോയ് ചെയ്യുന്നു. രണ്ടാമത്തെ ആള് കാണുന്നത് പൂക്കളുടെ കൂർത്ത മുള്ളുകള്, അതുപോലെ അശ്ലീല പോസ്റ്ററുകള്, ഇങ്ങനെ വളരെ, അതുപോലെ ചെളിവെള്ളം, ഇങ്ങനെ വളരെ വളരെ മോശമായ കാഴ്ചകളാണ് അദ്ദേഹം കാണുന്നത്. ഇവർ രണ്ടുപേരും, ഈ രണ്ട് യാത്രക്കാരും ഒരേ സ്റ്റോപ്പിൽ നിന്നാണ് ബസ്സിൽ കയറിയത്. ഇവർ രണ്ടുപേരും ഒരേ സ്ഥലത്താണ് ഇറങ്ങേണ്ടത്. ഇവർ രണ്ടുപേരും ഒരേ സീറ്റിലാണ് ഇരിക്കുന്നത്. ഇവർ പുറത്തേക്ക് നോക്കുമ്പോൾ വിപരീതങ്ങളായ രണ്ടു തരത്തിലുള്ള കാഴ്ചകളാണ് ഇവർ കാണുന്നത്. എന്താണ് ഇതിന് കാരണം? ഇവരുടെ ചിന്തകളും ഈ രണ്ട് മനുഷ്യരുടെ മനസ്സുമാണ് ഇതിന് കാരണം എന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും. ഈ നോക്കൂ, ഒരു 5 പേര് ഒരേ മൊബൈൽ ഷോപ്പിൽ നിന്ന് 20,000 രൂപ വിലയുള്ള ഒരേ കമ്പനിയുടെ ഫോണുകൾ ഒരു ദിവസം വാങ്ങുന്നു എന്ന് സങ്കല്പിക്കാം. ഈ 5 പേരും വ്യത്യസ്ത തരത്തിലുള്ള ചിന്താഗതിക്കാരാണ്. അതിൽ ഒന്നാമത്തെ ആള് ക്രിക്കറ്റ്, ഫുട്ബോള് എന്നീ രംഗങ്ങളിലൊക്കെ ഏറെ ആ കളിയൊക്കെ ഇഷ്ടപ്പെടുന്ന, ക്രിക്കറ്റും ഫുട്ബോളൊക്കെ കളിക്കുന്ന, അതിലെ കളിക്കാരൊക്കെ, ലോകാടിസ്ഥാനത്തിലുള്ള കളിക്കാരൊക്കെ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹം വാങ്ങിയ ആ ഫോൺ ഉപയോഗിച്ച് ഒരുപാട് കളികൾ കാണാൻ, അതുപോലെ ക്രിക്കറ്റ് ഫുട്ബോളുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് പഠനങ്ങൾ നടത്താനൊക്കെ സാധ്യതയുണ്ട്. രണ്ടാമത് പറഞ്ഞ ആള് ഒരു പാട്ടുകാരനാണ്. അദ്ദേഹം ആ ഫോൺ ഉപയോഗിച്ച് നിരവധി ഗാനങ്ങൾ കേൾക്കുന്നു, പാട്ടുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് വീഡിയോസ് ഒക്കെ കാണുന്നു. മൂന്നാമത്തെ ആള് സെക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു മൈൻഡാണ്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ആ ഫോൺ ഉപയോഗിച്ച് ഒരുപാട് ബ്ലൂ ഫിലിംസും സെക്സ് വീഡിയോസ് ഒക്കെ കാണാൻ സാധ്യതയുണ്ട്. നാലാമത്തെ ആള് ഡ്രഗ് അഡിക്ഷൻ ഉള്ള, അതുപോലെ സ്ത്രീകളുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിലൊക്കെ ഏറെ താല്പര്യമുള്ള ഒരു വ്യക്തിയാണ്. എങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഫോൺ ഉപയോഗിച്ച് അദ്ദേഹം ഡ്രഗുമായി, ഒരുപാട് ലഹരിയുമായി ബന്ധപ്പെട്ടുള്ള അറിവുകൾ അദ്ദേഹം ആ ഫോണിലൂടെ നേടിയെടുക്കുവാൻ, അതുപോലെ ഒരുപാട് സ്ത്രീകളെ ശല്യം ചെയ്യാനൊക്കെ സാധ്യതയുണ്ട്. അഞ്ചാമതായിട്ട് ആ ഷോപ്പിൽ നിന്ന് 20,000 രൂപയുടെ ഫോൺ വാങ്ങിയിട്ടുള്ള ആ വ്യക്തി നല്ല ഒരു പ്രഭാഷകനാണ്, പ്രാസംഗികനാണ് എങ്കിൽ അദ്ദേഹം ധാരാളം പ്രസംഗത്തിന്റെ, പ്രാസംഗികരുടെ വീഡിയോ കാണാൻ സാധ്യതയുണ്ട്. ഈ 5 പേരുടെയും ഉദാഹരണം നമ്മുടെ വിഷയവുമായി കണക്ട് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. 5 പേരും ഒരേ മൊബൈൽ കടയിൽ നിന്നാണ് 20,000 രൂപ വിലയുള്ള മൊബൈൽ ഫോൺ വാങ്ങിയത്. ഒരേ കമ്പനിയുടെ
മൊബൈലാണ്. ഒരേ വിലയുള്ള ഒരേ കമ്പനിയുടെ മൊബൈൽ ഫോൺ വാങ്ങിയ ഈ 5 പേർ വ്യത്യസ്തങ്ങളായ കാര്യങ്ങളാണ് കാണുന്നത്. ഒരാൾ കളിയുമായി ബന്ധപ്പെട്ടാണെങ്കിൽ രണ്ടാമത്തെ ആൾ പാട്ടുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലാണ് അദ്ദേഹത്തിന്റെ ശ്രദ്ധ. മൂന്നാമത്തെ ആള് സെക്സ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആണ് കാണുന്നതെങ്കിൽ നാലാമത്തെ ആള് ഡ്രഗ്സുമായിട്ട്, മദ്യവുമായി, സ്ത്രീകളുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസും കാര്യങ്ങളാണ് കാണുന്നതെങ്കിൽ അഞ്ചാമത്തെ ആൾ പ്രഭാഷണവുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസ് കാണുന്നു. ഇവിടെ ഈ 5 വ്യക്തികളും വ്യത്യസ്ത തരത്തിലുള്ള ചിന്താഗതിക്കാരായതുകൊണ്ട് മാത്രമാണ്, അവരുടെ മനസ്സിൽ എന്താണോ ചിന്തിക്കുന്നത് അതുകൊണ്ട് മാത്രമാണ് ആ ചിന്തകളുടെ അടിസ്ഥാനത്തിലുള്ള വീഡിയോസും മറ്റു കാഴ്ചകളും ഒക്കെ അവർ കണ്ടത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ, നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. എൻ്റെ ഈ ഒരു ക്ലാസ് കേൾക്കുന്ന, ഈ ഒരു വെബിനാറിൽ എന്നെ ശ്രദ്ധിക്കുന്ന, അതല്ലെങ്കിൽ എൻ്റെ ഈ യൂട്യൂബ് വീഡിയോസ് എന്നെ കാണുന്ന നിങ്ങളുടെ വയസ്സ് എത്ര ആയിക്കോട്ടെ, നിങ്ങളുടെ പ്രായം എത്ര ആയിക്കോട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം സംഭവിച്ചിട്ടുണ്ടോ, സത്യത്തിൽ അത് പോസിറ്റീവ് ആവട്ടെ, നെഗറ്റീവ് ആവട്ടെ, പരാജയമാവട്ടെ, വിജയമാവട്ടെ, എന്തോ ആവട്ടെ, അത് നിങ്ങളുടെ ചിന്തകൾ മാത്രമല്ലേ സത്യത്തിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ വലിയ ഒരു പരാജയത്തിലാണ് ഇപ്പോ ഉള്ളതെങ്കിൽ ആ പരാജയത്തിന് കാരണം നിങ്ങളുടേതായ ചിന്തകളും പ്രവർത്തനങ്ങളും ആയിരുന്നു. നിങ്ങൾ വലിയൊരു വിജയത്തിലാണ് ഇപ്പോ ഉള്ളതെങ്കിൽ അത് നിങ്ങളുടെ ചിന്തകളും നിങ്ങളുടെ പ്രയത്നങ്ങളും ആയിരുന്നില്ലേ? അപ്പോൾ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്തകൾക്ക് നമ്മുടെ പ്രവർത്തനങ്ങളുമായി കൃത്യമായ ബന്ധം ഉണ്ട് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാം. ഇതുപോലെ തന്നെ ഒരു 5 കുട്ടികളുടെ ഉദാഹരണം പറയാം. ഈ 5 കുട്ടികളും അവരുടെ രക്ഷിതാക്കള് ആ സമയത്ത് അവരുടെ വീട്ടിലില്ല. അവർക്ക് സ്വതന്ത്രമായി മൊബൈൽ ഉപയോഗിക്കാവുന്ന ഒരു അവസരം അവരുടെ മുമ്പിലുണ്ട് എന്ന് സങ്കല്പിക്കൂ. ഈ 5 കുട്ടികളും അവരുടെ ചിന്തകൾ എന്താണോ, അവരുടെ മനസ്സ് എങ്ങനെയാണോ, അതിനനുസരിച്ചായിരിക്കും സത്യത്തിൽ ആ ഫ്രീ ആയിട്ട് കിട്ടിയ ആ സമയത്ത് രക്ഷിതാക്കളാരും, അച്ഛനോ അമ്മയോ മുതിർന്നവരോ ആരും ആ വീട്ടിലില്ലാത്ത സമയത്ത് സ്വതന്ത്രമായി അവർക്ക് ഉപയോഗിക്കാവുന്ന ആ മൊബൈൽ ഫോണിനെ അവർ ഉപയോഗപ്പെടുത്തുന്നത്. ഒരുപക്ഷെ ഒന്നാമത്തെ കുട്ടി ആ ഒരു സമയത്ത് നന്നായിട്ട് ഗെയിം കളിച്ചേക്കാം. രണ്ടാമത്തെ ഒരു കുട്ടി അവന് ഇഷ്ടപ്പെട്ട, അതല്ലെങ്കിൽ അവൾക്ക് ഇഷ്ടപ്പെട്ട ചെക്കനെയോ പെണ്ണിനെയോ അച്ഛനോ അമ്മയോ വീട്ടിലേക്ക് വരുന്നത് വരെ വിളിക്കാൻ സാധ്യതയുണ്ട്. മൂന്നാമത്തെ കുട്ടി അവന്റെ സ്കൂളിൽ അവനെ പഠിപ്പിക്കുന്ന പാഠഭാഗങ്ങൾ റെഫർ ചെയ്യുവാൻ വേണ്ടി ഒരുപക്ഷെ ആ ഒഴിഞ്ഞ സമയം ആ കുട്ടി പരമാവധി ഉപയോഗപ്പെടുത്തിയേക്കാം. നാലാമത്തെ ഒരു കുട്ടി അവന് പാട്ടിനോട് ഏറെ ഇഷ്ടമുള്ളത് കൊണ്ട് ധാരാളം പാട്ടുകൾ കേട്ടേക്കാം. അഞ്ചാമത് നമ്മൾ പറയുന്ന കുട്ടി ഏറെ സിനിമയോട് താല്പര്യം ഉള്ളത് കൊണ്ട് ഒരുപാട് സിനിമ കാണാനും സാധ്യതയുണ്ട്. ഇങ്ങനെ മുതിർന്നവരാണെങ്കിലും ചെറിയ കുട്ടികളാണെങ്കിലും അവരുടെ കൈകളിൽ അവർക്ക് കിട്ടുന്ന ആ മൊബൈൽ ഫോണിനെ, അതല്ലെങ്കിൽ അവരുടെ മുമ്പിലുള്ള സമയത്തെ അവർ എന്ത് ചിന്തിക്കുന്നു, അവർ ഏത് വിഷയത്തിൽ താല്പര്യമുള്ളവരാണ്, അതിനനുസരിച്ചായി അവർ മൊബൈൽ ഫോൺ ഉപയോഗിക്കുക എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. നമ്മുടെ മക്കളെ, പിതാക്കളായ അധ്യാപകരൊക്കെയായ നമ്മുടെ മക്കളെ നമ്മൾ വളർത്തുമ്പോൾ അവർക്ക് നാം കൊടുക്കേണ്ട
കുറെ കാര്യങ്ങളുണ്ട്. ഒരു 10-20 കാര്യങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാം. ഇവിടെ ധാരാളം മൊബൈൽ ഫോൺ എൻ്റെ മകൻ എൻ്റെ മകൾ ഉപയോഗിക്കുന്നു എന്നാണ് മിക്ക രക്ഷിതാക്കളുടെയും പരാതി, അല്ലെ? അപ്പൊ അതിനെ ഒഴിവാക്കാൻ ഒരുപാട് നിർദ്ദേശങ്ങൾ, ഒരുപാട് ഐഡിയകൾ നമ്മൾക്ക് പറയാൻ കഴിയും, അല്ലെങ്കിൽ വായിക്കാൻ കഴിയും. ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ഒക്കെ നമ്മൾക്ക് ധാരാളമായി നമ്മുടെ മക്കൾക്ക് കൊടുക്കാം, അതിന് പ്രോത്സാഹിപ്പിക്കാം. അതുപോലെ ഗാർഡനിങ്, ഇതിൽ നമ്മൾക്ക് നമ്മുടെ മക്കളെ മുതിർന്നവർക്കും നമ്മുടെ മക്കൾക്കുമൊക്കെ അതിന് പ്രോത്സാഹിപ്പിക്കാം. അതുപോലെ മൊബൈൽ സ്ഥിരമായി നോക്കുമ്പോൾ അതൊരു ചെറിയൊരു സ്ക്രീനാണ്, അല്ലെ? ചെറിയൊരു അളവിലുള്ള ഒരു സ്ക്രീനാണ്. നമ്മുടെ കൈകളിലൊക്കെയുള്ള എത്ര വിലപിടിപ്പുള്ള മൊബൈൽ ഫോൺ ആണെങ്കിലും അതിന് ആ സ്ക്രീനിന് ഒരു പരിധിയുണ്ട്. അപ്പോ അതിന്റെ സ്ക്രീൻ ടൈം കുറക്കുക. ചിലപ്പോ 10-15 ഒക്കെ മണിക്കൂറുകളോളം മൊബൈൽ ഫോണിന്റെ മുമ്പിൽ ആണ് നാം ചെലവഴിക്കുന്നതെങ്കിൽ നമ്മുടെ സ്ക്രീൻ ടൈം നോക്കിയാൽ നമ്മൾക്കത് റെഡി ചെയ്യാൻ കഴിയും. അപ്പൊ ആ സ്ക്രീൻ ടൈം കുറച്ചു കൊണ്ടുവരിക. അത് മുതിർന്നവരും അതുപോലെ നമ്മുടെ മക്കളെയും അതിന് പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് പ്രധാനം. അതുപോലെ ഈ മൊബൈലിന്റെ സ്ക്രീനിൽ നിന്ന് ടിവിയുടെ സ്ക്രീനിലേക്ക് നാം നമ്മുടെ കണ്ണുകളെ കൊണ്ടുപോകുമ്പോൾ മൊബൈലിൽ കാണുന്ന പ്രോഗ്രാമുകൾ ടിവിയിലോ മറ്റോ അല്ലെങ്കിൽ ലാപ്ടോപ്പിലോ ഒക്കെ കാണുമ്പോൾ ആ സ്ക്രീനിന്റെ ആ ലെങ്ത്തിന് കുറച്ചൊരു നീളം കൂടുമല്ലോ. അപ്പൊ അത് കണ്ണിന് കുറെ ആശ്വാസമായി മാറും. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ കുട്ടികളെ വല്ലാതെ ഉപദേശിക്കും. നീ മൊബൈൽ വല്ലാതെ കളിക്കരുതേ, അത് അപകടമാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് അവരെ ഉപദേശിക്കും, അവരെ ചീത്ത വിളിക്കും, പിന്നെ അങ്ങനെ കുറെ കാര്യങ്ങൾ, അല്ലെ? ഇവിടെ നമ്മൾ രക്ഷിതാക്കളായ നമ്മൾ ഒരു റോൾ മോഡൽ ആയി മാറേണ്ടതുണ്ട്. നമ്മൾ ചെയ്യുകയും നമ്മുടെ കുട്ടികളോട് നീ അത് ചെയ്യരുതേ എന്ന് പറയുകയും ചെയ്യുവാൻ എന്താണ് നമുക്ക് അവകാശമുള്ളത്? നമ്മൾ ചെയ്യാത്ത ഒരു കാര്യം അത് നമ്മുടെ മക്കളോട് നമ്മൾ അങ്ങനെ പറയാൻ പറ്റുമോ? നമ്മൾ ഒരുപാട് സമയം മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നു, എന്നിട്ട് നമ്മൾ നമ്മുടെ മക്കളോട് പറയുകയാണ് നിങ്ങൾ മൊബൈൽ ഉപയോഗിക്കരുതേ എന്ന് പറഞ്ഞാൽ അതിന് എന്ത് അർത്ഥമാണ്? അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കേണ്ടേ. അപ്പൊ നമ്മൾ നമ്മുടെ മക്കൾക്ക് ഒരു റോൾ മോഡൽ ആയിരിക്കും. ആവശ്യത്തിന് കാര്യങ്ങളൊക്കെ കാണുക, കണ്ടുപഠിക്കും. ഒരു പിതാവ് അല്ലെങ്കിൽ ഒരു മാതാവ് എന്താണോ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതാണ് ഒരു കുട്ടിയും അവന്റെ ലൈഫിൽ ആവർത്തിച്ചു കൊണ്ടിരിക്കുക. ഒരു മാതാവും ഒരു പിതാവും ഒരു അധ്യാപകനും ഒക്കെ ആയിരിക്കണം ഒരു കുട്ടിയുടെ റോൾ മോഡൽ. ഒരു മാതാവിൽ, ഒരു പിതാവിൽ, ഒരു അധ്യാപകനിൽ പകർത്താവുന്ന ഒരുപാട് മാതൃകകൾ ഉണ്ടെങ്കിൽ അത് സ്വാഭാവികമായും ആ കുട്ടിയുടെ ചിന്തയിൽ, സംസാരത്തിൽ, പ്രവർത്തനങ്ങളിൽ, പഠനങ്ങളിൽ, നടത്തത്തിൽ, നോട്ടത്തിൽ, നൃത്തത്തിൽ ഒക്കെ ഉണ്ടാവും. നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും എടുത്തു നോക്കൂ. നിങ്ങളുടെ നോട്ടം, നിങ്ങളുടെ നടത്തം, നിങ്ങളുടെ നൃത്തം, നിങ്ങളുടെ ചിന്തകൾ, ഇതിലൊക്കെ ഒക്കെ ചില വ്യക്തികളുടെ സ്വാധീനം കാണാം. നമ്മുടെ മക്കൾ പലപ്പോഴും മുടി വെട്ടുമ്പോൾ അത് ഏതോ ഒരു സിനിമാ നടന്റെ മുടിവെട്ടൽ പോലെയല്ലേ? നമ്മുടെ മക്കൾ ചില ഡ്രസ്സ് അണിയുമ്പോൾ അത് ഏതോ ഒരു സിനിമയിലെ ഒരു കാഴ്ചക്ക് സമാനമല്ലേ? അപ്പോ നമ്മൾ ചെയ്യുന്നതൊക്കെ, നമ്മൾ കണ്ടുപിടിക്കുന്നതടക്കം, ഒരു വിമാനം കണ്ടുപിടിച്ചപ്പോ, ഒരു കപ്പൽ നിർമ്മിച്ചപ്പോ, ഒരു ബസ് ഉണ്ടാക്കിയപ്പോ ഒക്കെ ഏതോ ഒരു പക്ഷിയുടെയോ ഏതോ ഒരു മീനിന്റെയോ ഒക്കെ സമാനമായ ആകൃതിയിലാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ നമ്മൾ പുറമെ കാണുന്നതാണ് നമ്മുടെ ലൈഫിൽ പകർത്തിക്കൊണ്ടിരിക്കുക. അപ്പൊ നമ്മുടെ മക്കൾക്ക് ഒരുപാട് നല്ല മാതൃകകൾ, ഒരുപാട് നല്ല കാഴ്ചകൾ നമ്മുടെ മാതാവിൽ നിന്നോ പിതാവിൽ നിന്നോ അധ്യാപകനിൽ നിന്നോ കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ടും
ആ കുട്ടിയുടെ ജീവിതത്തിൽ അതുണ്ടാവും. അപ്പോ കുട്ടികളുടെ മൊബൈൽ ഫോൺ ഉപയോഗം എങ്ങനെ കൺട്രോൾ ചെയ്യാം എന്ന വിഷയം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഏറ്റവും അടിവരയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്, രക്ഷിതാക്കളായ നമ്മൾ എങ്ങനെയാണ് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് എന്ന് കണ്ടിട്ട് നമ്മുടെ മക്കൾ പഠിക്കണം. അതുപോലെ പസിൽ, സുഡോക്കോ പോലെയുള്ള കാര്യങ്ങളൊക്കെ കുട്ടികൾ ധാരാളമായി വ്യാപൃതരാവട്ടെ, അവർ പഠിക്കട്ടെ. മറ്റൊന്ന്, ഭക്ഷണ സമയത്ത് നമ്മൾ മൊബൈലോ ടിവിയോ കാണാതിരിക്കുക. ആ സമയത്തുള്ള കാഴ്ചകൾ ചിലപ്പോൾ അത് വളരെ സങ്കടകരമോ ഓവറായിട്ട് സന്തോഷം എക്സ്പ്രസ് ചെയ്യുന്നതൊക്കെ ആണെങ്കിൽ നാം കഴിക്കുന്ന ഭക്ഷണത്തിന്റെ എനർജിയിലൂടെ ആ ഒരു സന്തോഷമോ ആ ഒരു ദുഃഖമോ ഓവർ എക്സ്പ്രഷനോ ഒക്കെ നമ്മുടെ ഭക്ഷണത്തിലൂടെ ബോഡിയിലേക്കും മൈൻഡിലേക്കൊക്കെ കയറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണം കഴിക്കുക, കുളിക്കുമ്പോൾ കുളിക്കുക, ഡ്രൈവ് ചെയ്യുമ്പോൾ ഡ്രൈവ് ചെയ്യുക എന്നൊരു സിസ്റ്റത്തിലേക്ക്, ഒരു ശീലത്തിലേക്ക് മുതിർന്നവരും കുട്ടികളൊക്കെ മാറണം. ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണത്തിന്റെ രുചിയിൽ, അതിന്റെ ടേസ്റ്റിൽ മാത്രം ഫോക്കസ് ചെയ്ത് നന്നായി ചവച്ച് ഇറക്കി അത് കഴിക്കുന്ന ഒരു സിസ്റ്റം. ഇത് പറയുമ്പോൾ അങ്ങനെയല്ലല്ലോ നമ്മുടെ നാട്ടിൽ, നമ്മുടെ വീട്ടിൽ സംഭവിക്കുന്നത്. ഭക്ഷണം കഴിക്കുമ്പോൾ പോലും കുട്ടികൾ എന്തോ കണ്ടുകൊണ്ടിരിക്കുകയാണ്, അല്ലെ? ഭക്ഷണം കഴിക്കുമ്പോൾ പോലും നമ്മുടെ രക്ഷിതാക്കൾ എന്തോ കണ്ടോ കേട്ടിട്ടാണ് ഭക്ഷണം കഴിക്കും. അത് ശരിയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ അങ്ങനെ ചെയ്താൽ നമ്മുടെ മക്കളും അത് തന്നെ ചെയ്യും. മറ്റൊന്ന് ശ്രദ്ധിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. കുട്ടികളായാലും മുതിർന്നവരായാലും ഒരു കാരണവശാലും രാത്രി ഉറങ്ങുന്നതിന്റെ ഒരു അരമണിക്കൂർ മുമ്പ് ഫോണുമായിട്ട് പൂർണ്ണമായിട്ടും ഡിസ്കണക്റ്റ് ആയിരിക്കണം നമ്മുടെ മൈൻഡ്. അത് മുതിർന്നവർ അങ്ങനെ ശീലിക്കണം. അന്ന് അങ്ങനെയല്ല. ഒരുപാട് വ്യത്യാസം നമ്മുടെ ലോകത്ത് സംഭവിച്ചിരിക്കുന്നു, അല്ലെ? മിക്ക ആളുകളും, ചെറുപ്പക്കാരൊക്കെ ഹെഡ്ഫോണ് ചെവിയിൽ വെച്ചിട്ട് നല്ല പാട്ട് കേട്ടിട്ട് ആ പാട്ടിലൂടെയാണ് അവർ ഉറങ്ങുന്നത്. പാട്ടോ എന്തോ ആവട്ടെ, അത് ശരിയല്ല. അവർ ഉറങ്ങിയിട്ടുണ്ടാവും. ഉറങ്ങിയാലും അവർ കേൾക്കുന്ന ആ ശബ്ദം അതെന്തോ ആവട്ടെ, സിനിമയാവട്ടെ, പാട്ടാവട്ടെ, ഡാൻസ് ആവട്ടെ, എന്തോ ആവട്ടെ, അത് കേട്ടിട്ടാണ് അവരുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഉറങ്ങുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പകൽ സമയത്ത് ഒരു 10-12 മണിക്കൂർ ഒരുപാട് ഇൻഫർമേഷൻസ് നമ്മുടെ കണ്ണിലൂടെ, ചെവിയിലൂടെ, അതിലൂടെ ത്വക്കിലൂടെ, ഫീലിങ്സിലൂടെ ഒക്കെ നമ്മളിലേക്ക് വരികയാണ്. ഈ സബ് കോൺഷ്യസ് മൈൻഡിൽ സ്റ്റോർ ചെയ്യുന്ന കാര്യങ്ങളെ ഒക്കെ ഒന്ന് അടക്കി പെറുക്കി ഒതുക്കി സത്യത്തിൽ ഉറക്കം എന്ന ഒരു മഹാ അനുഗ്രഹം മനുഷ്യരായ നമ്മൾക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ഒരു 5-6 മണിക്കൂർ നമ്മൾ സ്വസ്ഥമായി ഡീപ്പ് സ്ലീപ്പിലേക്ക്, ഡ്രീം സ്ലീപ്പിലേക്ക് നമ്മൾ മാറേണ്ടതുണ്ട്. എങ്കിലാണ് ഓരോ ദിവസവും നമ്മുടെ സബ് കോൺഷ്യസ് ബോധ മനസ്സിലൂടെ നമ്മൾക്ക് കിട്ടുന്ന, പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നമ്മൾക്ക് കിട്ടുന്ന അറിവുകൾ സബ് കോൺഷ്യസ് മൈൻഡിൽ വളരെ കൃത്യമായി അടക്കി ഒതുക്കി സ്റ്റോർ ചെയ്യണമെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള ഒരു സമയമാണ് നമ്മുടെ സ്ലീപ്പിംഗ് ടൈം എന്ന് നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് ഒരു കാരണവശാലും ഉറക്കിന്റെ ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും മുതിർന്നവരും കുട്ടികളും ആ ഒരു ശീലം ഉണ്ടാക്കിയെടുക്കുക. വീട്ടിലുള്ള അച്ഛനും അമ്മയും അത് ചെയ്യുകയാണെങ്കിലല്ലേ നമ്മുടെ മക്കളോട് നമുക്കത് പറയാൻ പറ്റുള്ളൂ. യു ഡോണ്ട് ദാറ്റ്, നീ അത് ചെയ്യരുതേ എന്ന്. നമ്മൾ തന്നെ അത് ചെയ്തിട്ട് മക്കളോടത് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? നമ്മളത് ചെയ്തിട്ട് നമ്മുടെ മക്കളോട് അത് ചെയ്യരുത് എന്ന് പറയുമ്പോൾ എന്ത് ആത്മാർത്ഥതയാണ് നമുക്കുണ്ടാവുക? മക്കൾ തിരിച്ചു ചോദിക്കൂലേ? ചോദിക്കാൻ പറ്റാത്ത മക്കളാണെങ്കിൽ അവരവരുടെ മനസ്സിൽ പറയില്ലേ, നിങ്ങളത് ചെയ്യുന്നില്ലേ മനുഷ്യ എന്ന് ചോദിക്കുമ്പോ അത് വളരെ ശരിയായ മാർഗമല്ലല്ലോ. അതുപോലെ തന്നെ രാവിലെ ഉണർന്നാൽ എന്താ നമ്മൾ ആദ്യം ചെയ്യുന്നത്? ഒരു മനുഷ്യൻ അല്ലെങ്കിൽ നമ്മൾ ഓരോ ദിവസവും
ഉറക്കുന്ന ഉണരുമ്പോ എന്താണ് ആദ്യം ചെയ്യുന്നത്? വാട്സപ്പിൽ എന്താണ് വന്നത്, ഫേസ്ബുക്കിൽ എന്താണ് വന്നത്, ഇൻസ്റ്റയിൽ എന്താണ് വന്നത്, ഇത് നോക്കുകയാണ് മിക്ക ബഹുഭൂരിപക്ഷം ആളുകളും. സ്കൂൾ വല്ലതും ഉണ്ടോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇതല്ല നോക്കേണ്ടത്. ആദ്യം നമുക്കൊന്ന് മനോഹരമായി പ്രാർത്ഥിക്കാം. തലേ രാത്രി സുഖമായി കടന്നുറങ്ങി വളരെ ഫ്രഷായി എണീച്ചു, എനിക്ക് ജീവൻ തിരിച്ചു കിട്ടിയതിൽ ഞാനിതാ താങ്ക് യു പറയും. താങ്ക് യു, താങ്ക് യു, താങ്ക് യു പറയണം. അതിനുശേഷം നമുക്ക് മുഖവും പല്ലും ഒക്കെ വൃത്തിയാക്കി നമ്മൾക്കൊന്ന് ഫ്രഷായി നമ്മുടേതായ ഭാഷയിൽ, രീതിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കുറച്ച് വെള്ളമെല്ലാം കുടിച്ച് അങ്ങനെ ഏറ്റവും ചുരുങ്ങിയത് ഒരു അരമണിക്കൂറിന് ശേഷം മാത്രമേ മൊബൈൽ എന്ന ആ ഉപകരണത്തെ നമ്മൾ ഉപയോഗിക്കാവൂ. നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ. നിങ്ങളുടെ മക്കളും അത് തന്നെ പ്രാക്ടീസ് ചെയ്യും. അതുപോലെ തന്നെ രാവിലെ ഉണരുന്ന ഒരു അരമണിക്കൂറിന് ശേഷവും രാത്രി ഉറങ്ങുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പും മൊബൈൽ ഫോൺ ഉപയോഗിക്കാത്തതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഹെഡ്സെറ്റ് വെച്ചിട്ട് രാത്രി ദീർഘസമയം, ഒരുപാട് സമയം മൊബൈൽ ഇങ്ങനെ ഉപയോഗിക്കുക, അതൊക്കെ ശരിയല്ലാത്ത മാർഗങ്ങളാണ് എന്ന് തിരിച്ചറിയും. ഇനിയും ഇങ്ങനെ പറയാൻ ഒരുപാട് നമ്മൾക്കുണ്ട്. അത് +2 വരെയെങ്കിലും. അങ്ങനെയൊന്നുമില്ല. ഹൈസ്കൂൾ കുട്ടികളുടെ കയ്യിലൊക്കെ മൊബൈൽ ഫോൺ ഉണ്ട്. നമ്മൾ സ്കൂളിൽ വളരെ ദേഷ്യത്തോടു കൂടി പ്രിൻസിപ്പളോട് ദേഷ്യപ്പെടുന്ന ഒരു കുട്ടിയുടെ വീഡിയോ ഒക്കെ നമ്മൾ കണ്ടതല്ലേ? എനിക്ക് എന്റെ മൊബൈൽ ഫോൺ തന്നില്ലെങ്കിൽ നിങ്ങളെ ഞാൻ കൊന്നുകളയും എന്നൊക്കെ പറഞ്ഞ ഒരു കുട്ടിയുടെ വീഡിയോ ഒക്കെ. ഇതൊക്കെ നമ്മുടെ മക്കൾക്ക് സ്വന്തമായിട്ട് ഫോൺ വാങ്ങി കൊടുക്കുമ്പോഴുള്ള അപകടങ്ങളാണ്. 10ാം ക്ലാസ് വരെയെങ്കിലും നമ്മുടെ മക്കൾക്ക് സ്വന്തമായിട്ട് ഒരു മൊബൈൽ ഫോൺ വാങ്ങിക്കൊടുക്കാതിരിക്കുക. നമ്മുടെ രക്ഷിതാക്കളുടെ മൊബൈൽ ഫോൺ ഉപയോഗിക്കട്ടെ, പറ്റുമെങ്കിൽ +2 വരെയെങ്കിലും. അങ്ങനെയൊന്നും കഴിയില്ല ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ. കുട്ടികൾ വാശി പിടിക്കുകയാണ്, ഒരു ഫോൺ വേണം എന്ന് വാശി പിടിക്കുമ്പോൾ നമ്മൾ സഹി കേട്ടിട്ട് ഒരു ഫോണാണ് വാങ്ങിക്കൊടുക്കുക. ഇതാണ് മിക്ക വീട്ടിലും സംഭവിക്കുന്നത്. പിന്നെ അതുപോലെ ധാരാളമായിട്ട് മെഡിറ്റേഷനുകളൊക്കെ മുതിർന്നവരും മക്കളും ചെയ്യുക. യോഗ രാവിലെയൊക്കെ പ്രാക്ടീസ് ചെയ്യുക. നന്നായിട്ട് പ്രാർത്ഥിക്കുക. നമ്മുടേതായ ഭാഷയിൽ, നമ്മുടേതായ രീതിയിൽ നമുക്ക് നമ്മൾ വിശ്വസിക്കുന്ന ശക്തിയിൽ, വ്യക്തിയിൽ ആത്മാർത്ഥമായിട്ട് നമ്മൾക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ചെറിയ കുട്ടികൾ ഒക്കെ ആണെങ്കിൽ ധാരാളം മൈൻഡ് ജിമ്മുകൾ, മൈൻഡ് ഗെയിമുകൾ നമ്മൾ ചെയ്യുക. യൂട്യൂബിലൊക്കെ ഇഷ്ടം പോലെ കാണാം. നമ്മുടെ മെമ്മറി പവർ കൂടാൻ, നമ്മുടെ ബുദ്ധിശക്തി വികസിക്കാനൊക്കെ ധാരാളക്കണക്കിന് മൈൻഡ് ഗെയിമുകൾ, മൈൻഡ് ജിമ്മുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഉപയോഗപ്പെടുത്തുക. മറ്റൊന്ന് വളരെ പ്രധാനപ്പെട്ടതാണ്, നിങ്ങൾ നോട്ട് ചെയ്തോളൂ. ഭയപ്പെടുത്താതിരിക്കുക. നീ അങ്ങനെയാവും, നീ ഇങ്ങനെയാവും, നീ പരാജയപ്പെടും, നിനക്ക് കഴിയില്ല. ഇതൊക്കെ ഭയപ്പെടുത്തലുകളാണ്. ഒരിക്കലും അത് ചെയ്യരുതേ. പകരം മോട്ടിവേഷനുകളാണ് വേണ്ടത്, പ്രോത്സാഹനങ്ങളാണ് വേണ്ടത്. നിനക്കത് കഴിയും, നീ വിജയിക്കും, യു ക്യാൻ വിൻ. നിനക്ക് വിജയിക്കാൻ സാധിക്കും, നിനക്ക് അവിടെ എത്താൻ കഴിയടോ, നീ വിജയിക്കും കുട്ടി, നിന്റെ കൂടെ ഞാനുണ്ട് എന്ന് ആത്മാർത്ഥമായിട്ട് നമ്മുടെ മക്കളെ ഒരു അധ്യാപകനോ ഒരു മാതാവോ ഒരു പിതാവോ നിരന്തരമായി പറയുമ്പോൾ ആ കുട്ടിയുടെ ഊർജ്ജസ്വലത വർദ്ധിക്കും. ഇതിന് പകരം നിനക്ക് കഴിയില്ല, നിനക്ക് വല്ല കടലമുട്ടായി വിൽക്കാൻ പോയിക്കൂടെ എന്നൊക്കെ പറയുന്ന രക്ഷിതാക്കൾ ധാരാളമുണ്ട്. അതല്ല വേണ്ട. നിനക്ക് കഴിയും, നീ വിജയിക്കും, നീ രക്ഷപ്പെടും, നിന്റെ കൂടെ ഞാനുണ്ട്, നിന്നെ ഞാൻ സപ്പോർട്ട് ചെയ്യാം, സാരല്ലടോ എന്നൊക്കെ പറയാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മൾ വിജയിച്ചു. നിരന്തരമായിട്ട് പോസിറ്റീവ് അഫർമേഷൻസ് നമ്മുടെ മക്കൾക്ക് കൊടുക്കൂ. അതുപോലെ ഭയപ്പെടുത്താതിരിക്കുക, പേടിപ്പിക്കാതിരിക്കുക. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മക്കളെ ഓവറായിട്ട് സ്ട്രിക്റ്റ് ആക്കുക. നീ അത് പഠിച്ചിരിക്കണം, ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെ ബുക്കിന്റെ മുമ്പിൽ നീ ഉണ്ടായിരിക്കണം.
ഞാൻ വീട്ടിൽ നിന്ന് പുറത്തു പോയാൽ നീ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെ ഭയങ്കര സ്ട്രിക്റ്റ് ആവുമ്പോ അത് ആ കുട്ടിയിൽ നേരെ തിരിച്ചാണ് അതിന്റെ റിസൾട്ട് ഉണ്ടാവുക എന്ന് മനസ്സിലാക്കുക. അതുപോലെ ഓവറായിട്ട് അയച്ചു വിടാതിരിക്കുക. നമ്മൾ മക്കളെ വളർത്തുമ്പോൾ പിന്നെ ഭയങ്കര ഓവർ സ്ട്രിക്റ്റിന്റെയും ഓവർ ലൂസിന്റെയും ഇടയിലുള്ള ഒരു മാർഗമാണ് സ്വീകരിക്കേണ്ടത്. അവരെ ചീത്ത പറയേണ്ട ഇടത്ത്, അവരെ ശാസിക്കേണ്ട ഇടത്ത് ശാസിച്ചുകൊണ്ടും, സ്നേഹിക്കേണ്ട സമയത്ത് നന്നായി സ്നേഹിച്ചുകൊണ്ടും, പ്രോത്സാഹിപ്പിക്കേണ്ട സമയത്ത് നന്നായി പ്രോത്സാഹിപ്പിച്ചുകൊണ്ടും, ഇങ്ങനെ രണ്ടിന്റെയും ഇടയിലാണ് നമ്മൾ നമ്മുടെ മക്കളെ വളർത്തിക്കൊണ്ടുവരുന്നത്. അപ്പൊ ഏകദേശം 20ഓളം കാര്യങ്ങൾ ഞാൻ സൂചിപ്പിച്ചു. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ മക്കള് നല്ല കോൺഫിഡൻസ് ഉള്ള, അവരുടെ കഴിവുകൾ പുറത്തെടുത്തുകൊണ്ട് ഒരുപാട് ഉയരത്തിലെത്താൻ നമ്മുടെ മക്കൾക്ക് സാധിക്കും. അതില് പിന്നെ മൊബൈൽ ഫോൺ ഉപയോഗത്തിന്റെ കാര്യങ്ങൾ മാത്രമല്ല പറഞ്ഞത്, മൊത്തത്തിലാണ് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ മക്കളെ എങ്ങനെയാണ് മൊബൈൽ ഫോൺ ഉപയോഗിക്കേണ്ടത് എന്ന് നമ്മൾ തന്നെയാണ് നമ്മുടെ ജീവിത രീതിയിലൂടെ കാണിച്ചു കൊടുക്കേണ്ടത്. നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ ഒരുപാട് സമയം മൊബൈൽ ഉപയോഗിക്കും. എന്നിട്ട് മക്കളോട് പറയാണ്, നീ അധിക സമയമൊന്നും മൊബൈൽ ഫോൺ ഉപയോഗിക്കരുതേ, നീ പഠിക്കുന്ന സമയത്ത് മൊബൈൽ ഉപയോഗിക്കരുതേ എന്ന് പറയുന്നത് ഒരർത്ഥമില്ല. നമ്മൾ ആവശ്യത്തിന് ഉപയോഗിക്കുക. അതുപോലെ ഞാൻ പറഞ്ഞല്ലേ, നമ്മുടെ മനസ്സ് എന്താണോ ചിന്തിക്കുന്നത് അതാണ് നമ്മൾ മൊബൈൽ, നമ്മുടെ കയ്യിൽ കിട്ടുന്ന മൊബൈൽ നമ്മൾ കാണുക. ഏത് വിഷയത്തിലാണോ നമ്മൾക്ക് ഇൻട്രസ്റ്റ്, ആ വിഷയമാണ് നമ്മൾ മൊബൈൽ കാണുക. മൊബൈലിൽ ഒരു മൊബൈൽ ആകെ മൊത്തത്തിൽ നമ്മളിങ്ങനെ എടുത്തു നോക്കി നമുക്ക് അറിയാമല്ലോ, അതിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്, ഒരുപാട് ദോഷങ്ങളുണ്ട്. അപ്പോ ആ ഗുണങ്ങളെ എങ്ങനെ നമ്മൾക്ക് അനുകൂലമാക്കിയെടുക്കാം എന്ന രൂപത്തിലുള്ള ചിന്തയും പ്രോത്സാഹനവും മോട്ടിവേഷനുമാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ നാം കൊടുക്കുന്നത് എങ്കിൽ അവരെത്ര സമയം മൊബൈൽ ഉപയോഗിച്ചാലും അവരാ മൊബൈലിലുള്ള നന്മകളെ കാണൂ. ഒരു കുട്ടിയുടെ മനസ്സിലേക്ക് രക്ഷിതാക്കൾ കുത്തി നിറക്കുന്നത് നെഗറ്റീവായിട്ടുള്ള അഫർമേഷൻസും പേടിപ്പെടുത്തുന്ന കാര്യങ്ങളുമാണ്. യു ഡോൺ ദാറ്റ്, നീ അത് ചെയ്യരുതേ, നീ അത് കാണരുതേ, നീ അങ്ങനെ ആവരുതേ, ഇങ്ങനെ ആവരുതേ എന്ന രൂപത്തിൽ പേടിപ്പിക്കുന്ന രൂപത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള അഫർമേഷൻസ് കൊടുക്കുന്നതെങ്കിൽ അതേ കാണുള്ളൂ. അപ്പോ രക്ഷിതാക്കളായ നമ്മൾ പോസിറ്റീവായിട്ടുള്ള, പോസിറ്റീവ് വൈബ്രേഷനുള്ള വ്യക്തികളാവുക. അതേ പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസും മോട്ടിവേഷൻസും ഒക്കെ നമ്മുടെ മക്കൾക്ക് കൊടുക്കുക. ഒരു പേടിയും പേടിക്കണ്ട, നമ്മൾ കോൺഫിഡൻസ് ഉള്ളവരാവുക, നമ്മുടെ മക്കളെയും കോൺഫിഡൻസ് ഉള്ളവരാക്കുക. അവര് എത്ര മൊബൈൽ ഉപയോഗിക്കുകയാണെങ്കിലും നല്ലതും നന്മകളും മാത്രം കാണുവാനുള്ള ഒരു മാനസിക അവസ്ഥ അവരുടെ മനസ്സിനകത്ത് സൃഷ്ടിക്കാൻ നമുക്ക് സാധിച്ചാൽ നമ്മൾ വിജയിച്ചു. താങ്ക് യു, ഓൾ ദ ബെസ്റ്റ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, അല്ലെങ്കിൽ വൈൻഡ് അപ്പ് ചെയ്യാം. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. ഓക്കെ, നമ്മൾക്ക് വൈൻഡ് അപ്പ് ചെയ്യാം എന്ന് തോന്നുന്നു. ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചോദിച്ചോളൂ. ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. നമുക്കിനി 5 minutes മാത്രമേ റിമൈനിങ് ആയിട്ടുള്ളൂ. ആ സമയത്തിനകം ഡൗട്ട്സ് ചോദിക്കാവുന്നതാണ്. ഓക്കെ, വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു, ഓൾ ദ ബെസ്റ്റ്. ഇത്രയും നേരം എന്നെ ശ്രദ്ധിച്ചതിൽ ഒത്തിരി നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു.
ഓക്കെ. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു എവ്രി വൺ. ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. നമുക്ക് ഗ്രൂപ്പിൽ അപ്ഡേറ്റ്സ് ഒക്കെ അറിയിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ ക്ലാസ്സിന്റെ റെക്കോർഡിങ്ങും ഗ്രൂപ്പിൽ അറിയിക്കുന്നതായിരിക്കും. താങ്ക് യു ഓൾ. ഗുഡ് നൈറ്റ്.